ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ, പേടിക്കണ്ട. ഹവ്വാ ബീവി അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, നമ്മുടെ മുത്തശ്ശിയാണ്. ഈ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ കണ്ട മക്കളെ എത്രയും കൂടെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് പറ്റുമോ? പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ഒരു പ്രസവത്തിൽ ഒരു ആണും ഒരു പെണ്ണും, അടുത്ത പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. അവരിലൂടെ ഉൽപാദനം നടക്കണം, അവരിലൂടെ സന്താനോൽപാദനം നടക്കണം. പക്ഷെ എന്റെ കൂടെ ജനിച്ച എന്റെ പെങ്ങളെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? അതുകൊണ്ട് അള്ളാഹു ഒരു നിബന്ധന വെച്ചു. ആദ്യത്തെ കല്യാണത്തിൽ 2 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. അടുത്ത പ്രസവത്തില്, ആദ്യത്തെ പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും, രണ്ടാമത്തെ പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. അള്ളാഹു പറഞ്ഞു, ആദ്യ പ്രസവത്തിലെ പുരുഷൻ രണ്ടാമത്തെ പ്രസവത്തിലെ സ്ത്രീയെ കല്യാണം കഴിക്കണം. ആദ്യത്തെ പ്രസവത്തിലെ സ്ത്രീ രണ്ടാമത്തെ പ്രസവത്തിലെ പുരുഷനെയും കല്യാണം കഴിക്കണം. അങ്ങനെയാണ് ഈ മക്കളൊക്കെ ഉണ്ടായത്. പക്ഷേ ആദ്യ പ്രസവത്തിൽ കാബീൽ എന്ന് പറയുന്ന കുരുത്തം കെട്ട മോനുണ്ടല്ലോ, അവന്റെ കൂടെ ജനിച്ച പെണ്ണ് സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ്. അവൻ പറഞ്ഞു, ആ പണി നടക്കൂല, എന്റെ കൂടെ പിറന്നവളെ ഞാൻ കെട്ടിക്കോളാം, നീ നിന്റെ കൂടെ പിറന്നവളെ കെട്ടിക്കോ. ആദ്യമായിട്ട് ഒരു കലഹം നടന്നത് പെണ്ണിന്റെ വിഷയത്തിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കൊല നടക്കാൻ പോകുന്നതും ഒരു പെണ്ണിന്റെ വിഷയത്തിലാണ്. ഹാബീലിനോട് രണ്ടാമത്തെ പ്രസവത്തിലെ മകനായ ഹാബീൽ പറഞ്ഞു, അള്ളാന്റെ തീരുമാനം അങ്ങനെ അല്ലല്ലോ പ്രിയപ്പെട്ട സഹോദര, അതൊന്നും ഇവിടെ പ്രശ്നമല്ല, നിന്റെ കൂടെ ജനിച്ചവളെ നീ കെട്ടിക്കോ, എന്റെ കൂടെ ജനിച്ചവളെ ഞാനും കെട്ടിക്കോളാം. പ്രശ്നമായി. അവസാനം അള്ളാഹു ഇടപെടുകയാണ്. അള്ളാഹു ഇടപെട്ടിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും ഒരു ഖുർബാന അർപ്പിക്കുക, നേർച്ച നടത്തുക. ആരുടെ നേർച്ചയാണോ അള്ളാഹു സ്വീകരിക്കുന്നത്, ആരുടെ ഖുർബാനാണോ പടച്ചവനെ ഖബൂൽ ചെയ്യുന്നത്, അവർക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന നിബന്ധന അള്ളാഹു വെക്കുകയാ. ആദം നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു ആ വിവരം തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമ്പോ, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായ ഖാബീലും ഹാബീലും എന്തായിരുന്നു അവരുടെ തൊഴിലെന്നറിയോ? ഖാബീൽ എന്ന് പറയുന്ന മനുഷ്യനാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പച്ചക്കറി നടത്തുന്നവനാണ്, കൃഷിക്കാരനാണ്, പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നവനാണ്. അയാൾ നേരെ കൊണ്ടുവന്ന് ഖുർബാന അർപ്പിച്ചത് എന്താണെന്നറിയോ? കുറെ അഴുകിയ ഭക്ഷണമായിരുന്നു, അഴുകിയ പച്ചക്കറിയായിരുന്നു, പഴവർഗ്ഗങ്ങളായിരുന്നു. എന്തായിരുന്നാലും നേർച്ചയ്ക്ക് കൊടുക്കുന്നത് നല്ലത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അഴുകിയ ചീഞ്ഞനാറിയ ഉപയോഗശൂന്യമായ കുറച്ച് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൊണ്ടുവന്ന് നേർച്ച നടത്തുകയാ. സഹോദരങ്ങളെ, ഹാബീൽ എന്ന് പറയുന്ന പൊന്നുമോനാകട്ടെ, അയാള് കന്നുകാലികളെ കച്ചവടം ചെയ്യുന്ന കന്നുകാലി കൃഷിയുള്ള ആളായിരുന്നു. അയാൾ ഏറ്റവും നല്ല ആടിനെ കൊണ്ടുവന്ന് നേർച്ച നടത്തുകയാ. എന്തായിരുന്നു നേർച്ചയെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹു ആ ഖുർബാന സ്വീകരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് മുഴുവൻ മുഫസ്സിരീങ്ങളും പറയുന്നുണ്ട്, വാചാലമാകുന്നുണ്ട്. ആകാശലോകത്തിൽ നിന്നൊരു തീനാളം വന്നിട്ട് ആരുടെ ഖുർബാനയാണോ സ്വീകരിക്കുന്നത് അവരുടെ ആ വസ്തുവിനെ, നേർച്ച വസ്തുവിനെ എടുത്തുകൊണ്ട് പോകുമെന്നായിരുന്നു അന്നത്തെ തീരുമാനം. സഹോദരങ്ങളെ, ഇത് നിരീശ്വരവാദികൾക്ക് ദഹിക്കുമോ എന്നറിയില്ല. പക്ഷേ അഹ്ലുൽ ഈമാനോട് പറയുകയാണ്, ആകാശലോകത്തിന്റെ അധിപനായ പടച്ചതമ്പുരാന്റെ തീരുമാനം വരികയാണ്. ഖാബീലതാ നേർച്ച നടത്താൻ വേണ്ടിയിട്ട്, ഖുർബാനയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൊണ്ടുവച്ചു. ഹാബീലാകട്ടെ ഏറ്റവും നല്ല ഒരു ആടിനെ കൊണ്ടുവന്ന് ഖുർബാന അർപ്പിക്കുകയാണ്. അല്ലാഹു ഇനി പറയുന്ന നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. സൂറത്തുൽ മാഇദ, വതുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനാ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ.
സൂറത്തുൽ മാഇദയുടെ 27-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് പഠിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകരോട് അല്ലാഹ് പറയുകയാണ്, നബിയേ വതുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ, വർക്കലയിലെ ഓടയത്തുകാരോട് റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖി, യാഥാർത്ഥ്യത്തോട് കൂടിയിട്ട് ആദം നബിയുടെ 2 മക്കളുടെ സംഭവം വിവരിച്ചു കൊടുക്കുമോ? എന്താ അവരുടെ സംഭവം എന്നറിയോ? ഇത് ഖറബാ ഖുർബാന, അവർ 2 പേര് ഖുർബാന അർപ്പിക്കുകയാ. അവർ 2 പേര് ഖുർബാന അർപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആരുടെ ഖുർബാനയാണോ സ്വീകരിക്കുന്നത്, ആ ഖുർബാന സ്വീകരിക്കപ്പെട്ടയാൾ ഈ കിലീമയെ കല്യാണം കഴിക്കണമെന്നാണ് തീരുമാനമറിയിച്ചത്. ഫതുഖുബില മിൻ അഹദിഹിമാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്വീകാര്യത വന്നത് ഒരാളിൽ നിന്നാണ്. വലം യുതഖബ്ബൽ മിനൽ ആഖർ, അടുത്തയാളിൽ നിന്ന് അല്ലാഹു തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഹാബീലിന്റെ ഖുർബാന അല്ലാഹു സ്വീകരിക്കുകയാണ്, പക്ഷെ ഖാബീലിന്റെ ഖുർബാന അല്ലാഹു സ്വീകരിച്ചില്ല. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരി, തന്റെ ഭാര്യയാകാൻ പോകുന്നവൻ തന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകൂല എന്ന് മനസ്സിലാക്കിയപ്പോ ഹാബീലിനോട് വന്നിട്ട് ഖാബീൽ പറഞ്ഞത്, ഖാലല അഖ്തുലന്നക, നിശ്ചയം നിന്നെ ഞാൻ കൊല്ലുമടാ. നിന്നെ കൊല്ലലല്ലാതെ വേറെ നിവർത്തിയില്ല. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു കൊലപാതകം നടക്കുകയാണ്. ആദ്യത്തെ കൊല നടന്നത് അതിരുതർക്കത്തിന്റെ പേരിലല്ല, ആദ്യത്തെ കൊലപാതകം നടന്ന വർഗീയതയുടെ പേരിലല്ല, ആദ്യത്തെ കൊല നടന്നത് പണം അപഹരിക്കാനായിരുന്നില്ല. സ്നേഹിച്ചു പോയ പെണ്ണിനെ, മോഹമുള്ള പെണ്ണിനെ, സൗന്ദര്യവതിയായ പെണ്ണിനെ കിട്ടാതെ വന്നപ്പോ നിരാശാ കാമുകനായിട്ടാ പ്രിയപ്പെട്ട ഹാബീൽ എന്ന് പറയുന്ന ആള്, ഹാബീൽ എന്ന് പറയുന്ന സ്വന്തം കൂടപ്പറപ്പിനെ, വാപ്പയുടെ ഉമ്മയുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊല്ലാൻ ഒരുങ്ങുമ്പോ ഹാബീൽ എന്ന നല്ല മോനെ ഖാബീൽ എന്ന് പറയുന്ന കൊലയാളിയാകാൻ പോകുന്നവനോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എടോ, നീ എന്തിനാണ് എന്നെ കൊല്ലാൻ കൈ ഉയർത്തുന്നത്? നിന്റെ ഖുർബാന അല്ലാഹ് സ്വീകരിക്കാത്തതാണോ നീ എന്നെ കൊല്ലുന്നത്? പൊന്നുമോനെ, ഖുർബാന അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ നിബന്ധന ഉണ്ടടാ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരിൽ നിന്നല്ലാതെ, ഭക്തന്മാരിൽ നിന്നല്ലാതെ ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം അല്ലാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന അമലുകൾ കബൂൽ ചെയ്യുന്നത് തഖ്വയുള്ളവരിൽ നിന്നാണ്. നിനക്കില്ലാതെ പോയത് അതാണ് മോനെ എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, നിഷ്ഠൂരമായിട്ട് ഹാബീലിനെ ഖാബീൽ കൊന്നുകളഞ്ഞു എന്ന ചരിത്രം പറയുകയാ, അല്ല വിശുദ്ധ ഖുർആൻ പറയുകയാ. അവസാന കൊല്ലപ്പെട്ട തന്റെ കൂടപ്പിറപ്പിന് തോളത്തെടുത്തിട്ട് കൊണ്ട് ഖേദത്തോടെ നടക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിനെ കളയണോ, തിന്നണോ, നശിപ്പിക്കണോ, എന്താണെന്നറിയില്ല. ആ സമയത്ത് അല്ലാഹു പറയുകയാണ്, ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെ വിചക്ഷണന്മാരാകി മാറിയ, വിദ്യാഭ്യാസത്തിന്റെ അപ്പോസ്തലന്മാരാകി മാറിയ, ശാസ്ത്രത്തെ കീഴടക്കിയിട്ട് ചന്ദ്രനിൽ പോലെ തട്ടുകട തുടങ്ങാൻ വെമ്പല് കൊള്ളുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഒരു മനുഷ്യനെ തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് മരിച്ചു പോയപ്പോൾ ആ മരണപ്പെട്ട കൂടപ്പറപ്പിനെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു ആദ്യമായിട്ട് അതാ ഒരു അധ്യാപകനെ ഇറക്കുകയാ. ഏതാണ് അധ്യാപകൻ എന്നറിയോ? വീട്ടുമുറ്റത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊത്തിപ്പറക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കറുത്ത കാക്കയുണ്ടല്ലോ, അല്ലാഹു പറയുന്നു ഫബഅസല്ലാഹു ഖുറാബാ, അല്ലാഹു ഒരു കാക്കയെ അയക്കുകയാ. ആ കാക്ക മറ്റൊരു കാക്കയെ എന്താ ചെയ്തത്? കൊത്തിക്കൊല്ലുന്നു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ചുണ്ടുകൊണ്ട് മൂടുകയാ. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ഖാബീലിന് ബോധം വന്നത്, ഞാൻ ഇങ്ങനെ ചെയ്താ മതിയല്ലോ. ഇതെല്ലാ ചരിത്രത്തിന്റെ താളുകളിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മായാതെ മങ്ങാതെ കിടക്കുമ്പോ നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം ഏതാണ്? അല്ലാഹു ഒരു മനുഷ്യനിൽ നിന്ന് തപതി സ്വീകരിക്കണമെങ്കിൽ, അവന്റെ സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് അല്ലാഹു വെച്ച നിബന്ധന ഏതാണ്? ഇന്നമാ യതഖബ്ബലുല്ലാഹു
വല്ലാഹു മിനൽ മുത്തഖീൻ. നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും സുഹൃതം ചെയ്യാനും ആർക്കും കഴിയും. പക്ഷേ അത് കബൂലിയത്തുണ്ടാകാ പാടുപെടണം സഹോദരാ. ഖുർആൻ വെച്ച 5 ഡിമാൻഡുകളിൽ ഒന്നാമത്തെ ഡിമാൻഡ്, നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകണം, നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ സഹോദരങ്ങളെ, ഖാബീലിൽ നിന്ന് തിരസ്കരിക്കപ്പെടുകയും ഹാബീലിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും ചെയ്തത് തഖ്വയെ മാനദണ്ഡമാക്കിയിട്ടാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാണ്. ആകാശ ലോകത്ത് നിന്നൊരു തീനാളം വന്നിട്ട് പറമ്പിൽ കൊണ്ടുവച്ച പച്ചക്കറിയും പഴവർഗ്ഗങ്ങളെയും തിരിഞ്ഞു നോക്കാതെ അപ്പുറത്തു വെച്ച ഹാബീലിന്റെ മുട്ടനാടിനെ ആ തീനാളം വിഴുങ്ങി എന്ന്, അല്ലെങ്കിൽ കൊണ്ടുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഞാനിത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ 2023 ഡിസംബർ മാസത്തിൽ പറയാൻ പറ്റിയ കാര്യമാണ് ഉസ്താദേ. ഇസ്ലാം എന്നും പുതിയ പ്ലയാണ്, ഇസ്ലാം എന്നും പത്തരമാറ്റാണ്. അതിനനുസരിച്ച് ബുദ്ധി വളരാത്ത നിരീശ്വരവാദികൾക്ക്, ബുദ്ധിമാന്മാരെന്ന് അവകാശപ്പെടുന്ന ബുദ്ധി ലെവലേശമില്ലാത്തവർക്ക് തിരിയാതെ പോയതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ഹാബീൽ എന്ന് പറയുന്ന മകനിൽ നിന്ന് ഒരാടിന് തീനാളം വിഴുങ്ങി പിന്നീട് ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ ആടിനെ ചരിത്രത്തിൽ വീണ്ടും ആ ആടിനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ആടേതായിരിക്കും? ഖസറിന്റെ വഴിദൂരം അപ്പുറത്തിരിക്കുകയല്ലേ നിങ്ങൾ? ഞാൻ ചോദിക്കുന്ന വളരെ വ്യക്തമായി മനസ്സിലായോ? ഹാബീലിന്റെ ഖുർബാന അർപ്പിച്ച ആട് ആകാശലോകത്തെ തീനാളം വിഴുങ്ങി പിന്നീട് ആ ആടിനെ തിരിച്ചു കൊടുത്തു. എപ്പോഴാ? സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം മനുഷ്യനാഗരികതയുടെ പ്രപിതാമകന് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സീമന്തപുത്രനായ നബിഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മിനാ താഴ്വരയിൽ മലത്തിക്കിടപ്പിയിട്ട് കഴുപ്പിലേക്ക് കത്തിവെച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ വേണ്ട നബിയെ, ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരാടിനെ തരാമെന്ന് പറഞ്ഞ് ആ ആടിനെ തിരിച്ചിറക്കി കൊടുത്തു. ഇപ്പൊ നിരീശ്വരവാദികൾ ചോദിക്കും, അപ്പൊ ആടിന് എത്ര വയസ്സുണ്ടായിരുന്നു? അതാണ്, ആടിന് എത്ര വയസ്സുണ്ടായിരുന്നു? പൊട്ടന്മാരോട് മറുപടി പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കിന്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. കാരണം അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനെ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഡിമാൻഡ് അല്ലാഹ് വെച്ചതാണ്. കണ്ണി കണ്ടത് മാത്രം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിരീശ്വരവാദികള്, ഏതല്ലാടാ നീ ഇന്നുവരെ കണ്ടിട്ടുണ്ടോടാ അല്ലായ എന്ന് ചോദിച്ചവന്മാർ അവസാനം മൂക്കും വായും മൂടിക്കെട്ടി നടക്കുന്നു, കാണാത്ത വൈറസ് വരുമെന്ന് പേടിച്ചിട്ട്. വിവരം കെട്ട ദോഷികൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാണാത്ത ദൈവത്തെ ഞങ്ങൾ ആരാധിക്കൂല എന്ന് പറഞ്ഞ വിവരം കെട്ടവര് അവസാനം എന്താ ചെയ്തത്? കണ്ണി കാണാത്ത വൈറസിനെ പേടിച്ചുകൊണ്ട് വീട്ടിനകത്ത് അടയിരിക്കാൻ തുടങ്ങി. അല്ലേ? അള്ളാന്റെ പണിഷ്മെന്റ് ഇനിയും വരും, നോക്കിക്കോളി. വിടുവൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട, അല്ല വിടുവൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട. അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ ഖുദ്റത്തും അവന്റെ ഇറാദത്തും അവന്റെ അളമത്തും അവന്റെ കിബിരിയയും ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തിടത്തോളം കാലം ഒന്നിന് പുറകെ ഒന്നൊന്നായി അള്ളാഹു പരീക്ഷണങ്ങളുടെ പേമാരി ഇറക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് കിട്ടുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കൂല. പള്ളി പോകുന്നവനായിരിക്കും ആദ്യം തലയിൽ വീഴുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തഖ്വയുള്ളവരാകണം. ഏതൊരു ഇബാദത്തിലും തഖ്വ വേണം, ഭക്തി ഉണ്ടാകണം. അള്ളാഹുവിന് വേണ്ടിയാണ്. ആ ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ആ അമൽ അള്ളാഹു സ്വീകരിക്കുള്ളൂ. എന്തായി തഖ്വ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ പറയും മുത്തക്കീങ്ങളാ. ശരിയാണ്, നിങ്ങൾ എല്ലാവരും മുത്തക്കീങ്ങളാ. ഈ സ്ത്രീകളും മുഴുവനും മുത്തക്കീങ്ങളാ. നിങ്ങളും മുത്തക്കീങ്ങളാ. ഈ ഇരിക്കുന്ന ഉസ്താദ് അടക്കം എല്ലാവരും മുത്തക്കീങ്ങളാ. ഞാൻ മാത്രമേ ഉള്ളൂ മുത്തക്കി അല്ലാത്തത്. അതേതാ മുത്തക്കി എന്ന് പറഞ്ഞ അർത്ഥം? ചാരിയിരിക്കുന്നവനെന്നാ. മറ്റേ കാലുള്ള കാഫുണ്ടല്ലോ, ആ മുത്തക്കിങ്ങളാ നമ്മളെല്ലാരും. 2 പുള്ളിയുള്ള കാഫുള്ള മുത്തക്കിയാകണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാതെ കാലുള്ള കാഫ് കൊണ്ടുള്ള മുത്തക്കി എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുന്നവൻ. നിങ്ങളൊക്കെ നല്ല മുത്തക്കിങ്ങളാ, ചാരിയിരിക്കല്ലേ. ഞാൻ മാത്രമേ ഉള്ളൂ ചാരിയിരിക്കാതെ നിൽക്കുന്നത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു കൗണ്ടർ വിരലിൽ കുത്തിക്കയറ്റി നടക്കുന്നവനെന്നല്ല എന്റെ അർത്ഥം. കയ്യിൽ ജപമാലയും പിടിച്ചോണ്ട് നടക്കുന്നവനെന്നല്ല അർത്ഥം. പിന്നെന്താണ് മുത്തഖി എന്ന് പറഞ്ഞാൽ? തള്ള വിരലിന്റെ നഖം മുതൽ മൂർധാവിലെ ഉച്ചിയിലെ രോമം വരെ പരിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ഒക്കെ ഹറാമായത് ഒന്നും കടന്നിട്ടുണ്ടാകാൻ പാടില്ല. ഒരു പല്ലിമുട്ടായി പലപ്പോഴും നമുക്ക് അബദ്ധം പിണയുന്ന എന്താണെന്നറിയോ? ഭയങ്കര നിസ്കാരം, നോമ്പ്, കള്ളു കുടിക്കൂല, പലിശ വാങ്ങൂല, ഇതൊക്കെ ഭയങ്കര വിശുദ്ധിയായിരിക്കും. പക്ഷേ ആരാന്റെ മുതല് തിന്നുന്നതിൽ ഒരു വിശുദ്ധി ഉണ്ടാവൂല, ഒരു സൂക്ഷ്മത ഉണ്ടാവൂല. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കല്ലും മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ ഉള്ള ഒരു വഴിയിലൂടെ നമുക്ക് നല്ല വില കൂടിയ ഷൂ ഉണ്ടെങ്കിൽ നടന്നു പോകാം. നമ്മുടെ ഷൂവിലൂടെ അത് ഒരിക്കലും നമ്മുടെ കാലിൽ കൊള്ളൂല. അതാണ് പാദരക്ഷ എന്ന് പറയുന്നത്. പാദത്തിന് രക്ഷ കൊടുക്കുന്നതാണ് ചെരുപ്പ്. നേരെ മറിച്ച് ഈ ഷൂവിനകത്ത് ഒരു ചെറിയ ചരൽക്കല്ല് കിടന്ന നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റൂല, കാല് വേദനിക്കും. നമ്മുടെയൊക്കെ ബോഡിക്ക് വെളിയില് ഔട്ടിൽ എന്തുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, അള്ളാഹു അതൊക്കെ അങ്ങ് വിട്ടുവീഴ്ച ചെയ്യും. പക്ഷെ ഉള്ളില് എന്തെങ്കിലും നിഷിദ്ധമായത് കടന്നിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന കാലത്തോളം അന്നാറു ഔലാ ബിഹി, നരകം തന്നെയാണ് അവന് ഏറ്റവും മെച്ചമായത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്തത്? പലിശക്കാരവിടെ എല്ലാവരും അങ്ങനെ ഉറക്കെ പറയും. റബീഉൽ അവ്വലിന് മാത്രം കിടന്ന് വിളിച്ചാ പോരാ, എപ്പോഴും വിളിക്കണം നമ്മൾ. ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങൾ വിളിക്കണ്ട. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വിശുദ്ധി അല്ലെങ്കിൽ മുത്തഖിയാവുക, സൂക്ഷ്മതയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും പ്രിയപ്പെട്ടവരെ അതുണ്ടാകേണ്ടതാണ്. അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു തആല അൻഹു ഒരു മദ്ഹബിന്റെ ഇമാമാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ ആൾക്കൂട്ടമുള്ള മദ്ഹബ് ഹനഫി മദ്ഹബാണല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാട്ടിൽ ഒരു ആട് മോഷണം പോവുകയാ. ഒരു ആട് മോഷണം പോയ സുബ്ഹാനല്ലാഹ്, ആരാണ് എടുത്തതെന്നറിയില്ല, എവിടെയാണെന്നറിയില്ല. ആകെ എല്ലാവരും വളരെ അങ്കലാപ്പിലായി, സങ്കടത്തിലായി. പാവപ്പെട്ടവന്റെ ആട് മോഷണം പോയ വേദനയോടെ ആ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ നടക്കുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഓടി വന്ന നാട്ടിലെ ഏറ്റവും വലിയ ആട് ബിസിനസ് നടത്തുന്ന ഒരാളോട് വിവരം ചോദിക്കുകയാ. ആടുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വിവരമുള്ള ഒരുത്തനെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ആട് ശരാശരി എത്ര കൊല്ലം ജീവിക്കുമെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, 7 വർഷമാണ് ഒരു ആടങ്ങനെ ജീവിക്കുക, 7 വർഷമാണ് ഒരു ആടങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു 7 വർഷക്കാലം പിന്നെ ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. അബൂ ഹനീഫ തങ്ങളല്ല മോട്ടിച്ചത്, മോട്ടിക്കപ്പെട്ട ആടല്ല കച്ചവടം നടത്തുന്നത്. ഒരുപക്ഷേ പ്രിയപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഒരുപക്ഷേ ഈ മോഷ്ടിക്കപ്പെട്ട ആടാണെങ്കിലോ, ഏതെങ്കിലും ഒരു ആടാണെങ്കിലോ ഏതെങ്കിലും ഒരു കശാപ്പുകാരൻ വാങ്ങിയിട്ട് അതിനെ പീസാക്കിയിട്ട് അതിനെ തൂക്കിക്കൊടുത്തത് എന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ കറി വെച്ച് കഴിക്കുന്നത് ആടാണെങ്കിലോ. അബൂ ഹനീഫ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പോലും അള്ളാഹുവിന്റെ ഭാഗത്തു തെറ്റില്ല. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി തഖ്വ അങ്ങനെയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ മറ്റൊരു മദ്ഹബിന്റെ ഇമാമാണല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് കുറച്ച് തൈരിന്റെ ആവശ്യം വന്നു. ആ സമയത്ത് മഹാനവറുകൾ ബന്ധുക്കളോട് പറഞ്ഞു, കുറച്ച് തൈര് കൊണ്ടുവരുവോ? ആ തൈര് കൊണ്ടുവന്ന ബന്ധുക്കളോട് ചോദിച്ചു, ഹലാലാണോ ഹറാമാണോ ഇത്? അവര് പറഞ്ഞു, ഞങ്ങൾക്കതൊന്നും അറിയില്ല. മഹാനവറുകൾ പറഞ്ഞു, എന്നാ എനിക്കത് വേണ്ട. ആ വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനാ? നിങ്ങൾ എന്തു വേണോ ചെയ്തോ, എനിക്കത് വേണ്ട. അഹ്മദ് ബിൻ ഹംബലിന്റെ പ്രിയപ്പെട്ടവരെന്താ ചെയ്തതെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത കണ്ണുകുടിഞ്ഞ കവിളുകുടിഞ്ഞ വയറൊട്ടിയ എല്ലുംതിയ പാവപ്പെട്ട പട്ടിണി പേക്കോലങ്ങളുള്ള കോളനികളിൽ കൊണ്ടു ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് തൈര് വേണോ? അവര് ചോദിച്ചു, എന്താ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം? ഇമാം അഹ്മദ് ബിൻ ഹംബൽ വേണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കിയ തൈരാ.
ആ പാവപ്പെട്ടവര് വിളിച്ചു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഈ തൈര് ഞങ്ങൾ കഴിക്കില്ല. കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ യുക്തിയുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, വീടിന്റെ കോലായിൽ കാത്തിരിക്കുകയാണ് ഇവര് എന്ത് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ബന്ധുമിത്രാദികൾ ആ തൈരിനെ എടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാ. സഹോദരങ്ങളെ, പർവ്വത സമാനമായ തിരമാലകൾ ആഞ്ഞു വീശുന്ന സമുദ്രത്തിലേക്ക്, സാഗരത്തിലേക്ക് ആ തൈര് പാത്രത്തെ എടുത്തങ്ങ് കളഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ വിവരമറിഞ്ഞു. അല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരിക്കുന്നത് വരെ ഒരു മത്സ്യം പോലെ കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ഹറാമാണെന്ന് ഉറപ്പുണ്ടാകുന്ന കാര്യത്തെ പറ്റിയല്ല, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി ഇങ്ങനെയാണ്. സഹോദര, പറയാൻ പറ്റുമോ പ്രിയപ്പെട്ട പെങ്ങള്? പലിശയുടെ പണം കലരാത്ത ഭക്ഷണമാണ് നീ കഴിച്ചിട്ട് നിന്റെ മാംസം ഭാഗങ്ങൾ, നിന്റെ ശരീരത്തിന്റെ ബ്ലഡ് മുഴുവനും ഉണ്ടാകണമെന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട ഓടയത്തെ പെങ്ങൾക്ക് കഴിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ ഇന്ന് വരെ ഒരാളെ സങ്കടപ്പെടുത്തി പറ്റിച്ചായാലും തട്ടിച്ചായാലും വെട്ടിച്ചായാലും ഒരു പല്ലിമുട്ടായിയുടെ വലിപ്പത്തിന്, ഒരു കടലയുടെ വലിപ്പത്തിന്, ഒരു കപ്പലണ്ടിയുടെ വലിപ്പത്തിന് എന്റെ പള്ളയിൽ പോയിട്ടില്ലെന്ന് ഉറപ്പ് പറയാൻ ആർക്കാ കഴിയുക? ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാപ്പെടുത്തോളം കാലം ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു ഭക്തിയുള്ളവരിൽ നിന്ന് മാത്രമാണ് ഇബാദത്തുകൾ സ്വീകരിക്കുക. നമ്മുടെ ഇബാദത്തുകൾ കബൂലിയത്തുണ്ടോ എന്ന് ആശങ്കയോടെ പാതിരാത്രികൾ ഉറക്കമുളച്ചിട്ട് ഒരു വിചിന്തനം നടത്തേണ്ട ഘട്ടമാണിത്. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്ന സാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 5-ൽ രണ്ടാമത്തേത്, 1 ഭക്തി. അതുണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. സഹോദരങ്ങളെ, പട്ടിണി കിടന്നാൽ എന്താണ്? ഹറാം നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിശുദ്ധിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ അമലുകളെ ഉള്ളൂ. നമ്മുടെ പടച്ചവനല്ലേ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കണക്ക് ക്രൂരനല്ലല്ലോ നമ്മുടെ അല്ലാഹ്. അമേരിക്കൻ പ്രസിഡന്റിനെ കണക്ക് ക്രൂരനല്ലല്ലോ നമ്മുടെ പടച്ച തമ്പുരാൻ. നമ്മുടെ അല്ലാഹ് കരുണാമയനല്ലേ, റഹ്മാനല്ലേ, റഹീമല്ലേ, ദയയുള്ളവനല്ലേ, അലിവുള്ളവനല്ലേ, കാരുണ്യമുള്ളവനല്ലേ, കൃപയുള്ളവനല്ലേ. അതുകൊണ്ട് നമുക്കങ്ങ് പുറത്തു തരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുഹൃതങ്ങൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിസ്കാരം ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, അത് മുതലെടുക്കാൻ വേണ്ടി പറയുന്നതല്ല. അള്ളാഹു അങ്ങ് മാപ്പാക്കും. നമ്മുടെ പടച്ചോനല്ലേ, ആ ഒരു ബോധം ഉണ്ടായാൽ മതി. പക്ഷേ ആരാന്റെ മുതലിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവങ്ങാനം നമ്മുടെ വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ചെല്ല്, അവനെ വിളിക്ക്, എന്നിട്ട് പൊരുത്തം ചോദിക്ക്, പരിഹാരം കാണ്, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്ക്. ഇല്ലാതെ അള്ളാഹു നമ്മുടെ അമല് സ്വീകരിക്കൂല. തഖ്വ എന്ന് പറഞ്ഞാൽ ദാടി നീട്ടി വളർത്തലല്ല, തലപ്പാവ് ധരിക്കലല്ല, കയ്യിൽ ജപമാല പിടിക്കലല്ല, നിസ്കാരത്തഴമ്പ് അടുപ്പിന്റെ 3 കല്ല് പോലെ നെറ്റിത്തടത്തിൽ ഉണ്ടാകലല്ല. പിന്നെയോ 24 മണിക്കൂറും ഓൺലൈൻ ഇബാദത്തായിട്ട് യൂട്യൂബിന്റെ മുമ്പിൽ ചടഞ്ഞിരിക്കലും അല്ല. ഏതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഭക്തി എന്ന് പറഞ്ഞാൽ, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, കഴിക്കുന്ന ഭക്ഷണം മുതൽ, കൊടുക്കുന്ന സമ്പത്ത് മുതൽ, പ്രിയപ്പെട്ടവരെ ഉറങ്ങുന്നത് മുതൽ ഉണരുന്നത് വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, A to Z നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായാൽ മാത്രമേ അള്ളാഹു നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യുള്ളൂ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മനസ്സിലായല്ലോ? ആയില്ലേ? 1. ഇനി 2. 5 എണ്ണം പറയുമ്പോ തങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. 5 എണ്ണം പറയുമ്പോ തങ്ങൾ വരും. തങ്ങൾക്കൊരു പണി പോലെ ആയിപ്പോയി. കാരണം ഭീമാപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം പ്രസംഗം ഉണ്ടായിരുന്നു. ഭീമാപ്പള്ളിയിൽ തങ്ങളുടെ പ്രസംഗം 9:30 മണി മുതൽ 11:30 മണി വരെ രാത്രി. എന്റെ പ്രസംഗം 11:45 മുതൽ 1:45 വരെ. അപ്പോ തങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആദ്യം പ്രസംഗിച്ചോളാം,
ഞങ്ങൾ രണ്ടാമത് പ്രസംഗിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾക്കും അന്ന് അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഞാൻ ആദ്യമായി, തങ്ങൾ പിന്നെയായി. ഏതായിരുന്നാലും തങ്ങൾ വരും, നല്ലൊരു ദുആ നമുക്ക് കിട്ടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു മുമ്പ് നമുക്ക് ബാക്കി 4 കാര്യങ്ങളൂടെ പറയണം. പ്രവർത്തിക്കാൻ, അമല് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. 1, ഭക്തി, തഖ്വ, സൂക്ഷ്മത, ദൈവഭക്തി, അത് നമുക്കുണ്ടാകണം. ഇനി 2, ചെയ്യുന്ന കാര്യത്തിൽ അലസതയോടുകൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട. നമ്മളൊരു കാര്യം ചെയ്യാണല്ലോ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു നമസ്കാരം, എന്തിനങ്ങനെ നിൽക്കിരിക്കുന്നത്? അലസത, മടി, അള്ളാഹ്ക്ക് വേണ്ട. എന്തിനാണ് അള്ളാഹ്ക്ക് എന്തിനാ ഈ ഇബാദത്ത്? അതേപോലെ ബലാത്കാരം ചെയ്ത് ഒരാൾ നിർബന്ധിക്കുകയാണ്, അത് ചെയ്യടാ. ഭർത്താവ് ചെയ്യടി എന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്നു, വാപ്പ ചെയ്യടാ എന്ന് പറഞ്ഞത് കൊണ്ട് മോൻ ചെയ്യുന്നു. അപ്പൊ നീയത്ത് മാറുകയാണ്. അള്ളാഹ്ക്ക് അത് വേണ്ട. സ്വയമേ തോന്നണം. ആ ചെയ്യുന്ന കാര്യത്തിൽ മടിയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വെറുപ്പില്ലാതെ, അലസതയില്ലാതെ, മടിയില്ലാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന അമലുകൾ മാത്രമേ അല്ലാഹുവിനു വേണ്ടി. വമാ മനഅഹും അൻ തുഖബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി വലാ യഅതൂന സ്വലാത ഇല്ലാ വഹും കുസാലാ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. സൂറത്തു തൗബ 54-ാമത്തെ ആയത്തിൽ അല്ലാഹ് പഠിപ്പിക്കുകയാ, സഹോദരങ്ങളെ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ആളുകള്, അല്ലാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന ആളുകള്, അല്ലാഹുവിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവര്, അവര് അലസതയില്ലാതെ, മടിയില്ലാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, വെറുപ്പോടെ ചെയ്യാൻ പാടില്ല. അല്ലാഹ് പറയുകയാണ്, അവരുടെ ഇബാദത്തുകൾ, അവരുടെ ചെലവാക്കലുകൾ, അവരുടെ ചെലവ് ചെയ്യൽ, അവരുടെ ദാനധർമ്മങ്ങള് എന്തുകൊണ്ടാണ് കബൂൽ ചെയ്യാത്തതിന്റെ കാരണമെന്നറിയോ? വമാ മനഅഹും, അവരെ തടഞ്ഞിട്ടേ ഇല്ല, അത് തുഖബല മിൻഹും, അവരിൽ നിന്ന് കബൂലിയത്ത് ഉണ്ടാകുന്നത്. അവരുടെ കബൂലിയത്തിനെ തടയാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ യഅതൂന സലാത്ത ഇല്ലാ വഹും കുസാലാ. അവരും മടിയന്മാരായിട്ടാ നിസ്കരിക്കുന്നത്, അലസന്മാരായിട്ടാ അവര് നമസ്കരിക്കുന്നത്. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വല്ലാത്ത വെറുപ്പായിട്ടാണ്, വല്ലാത്ത വിമുഖതയോടെയാ അവര് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലും പള്ളിക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോ, ഒരുപാട് നിർബന്ധിക്കുമ്പോ, സഹോദരങ്ങളെ, കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നത് പോലെ പിഴിഞ്ഞ് 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 പറയുമ്പോഴാണ് എന്തെങ്കിലും പള്ളിക്ക് കൊടുക്കുക. അത് ആരോ നിർബന്ധിച്ചിട്ടാണ്. അതിൽ ആത്മാർത്ഥതയില്ലാതെ വെറുപ്പോട് കൂടിയിട്ടാണ് സംഭാവന പറഞ്ഞത്. പള്ളിപ്പറമ്പിൽ ഖബർസ്ഥാന് വേണ്ടിയിട്ട്, ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് വീടുകളായ വീടുകൾ കയറിയിറങ്ങുന്ന ജമാഅത്തിന്റെ പരിപാലകര് പറയുമ്പോ അവര് പറയുന്നത് എങ്ങനാ ഞങ്ങൾ ഇപ്പൊ തരിക? സഹോദരങ്ങളെ, അവസാനം നിങ്ങൾ സമ്പന്നനല്ലേ, പണക്കാരനല്ലേ, ലക്ഷപ്രഭുവല്ലേ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞതിന്റെ പേരിലും മനസ്സില്ല, മനസ്സോടെ, ഇരുമനസ്സോടെ കൊടുക്കുന്ന സദഖയുണ്ടല്ലോ, ആ സദഖ അല്ലാഹു കബൂൽ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വെറുപ്പോടുകൂടി, വിമുഖതയോടെ ചെയ്യുന്ന ദാനധർമ്മമായി പോയി. സഹോദരങ്ങളെ, അവരുടെ ആരാധനകളും മടിയാണ്, അലസതയാണ്. എന്ന് പറഞ്ഞാൽ യാസീൻ ഓതാൻ വേണ്ടി കയ്യിലേക്ക് ഖുർആൻ എടുക്കുമ്പോ 7 മുബീൻ ഉണ്ടെങ്കിൽ 14 കോട്ടുവാ വരുന്ന സമ്പ്രദായം എന്തുകൊണ്ടാണ്? അത് അലസതയോടെ ഓതുന്നത് കൊണ്ടാ. ആ യാസീൻ അല്ലാഹ്ക്ക് വേണ്ട പെങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ അമലുകൾ ചെയ്യുമ്പോ ആ അമലുകൾ ഒന്നുപോലും നമുക്ക് ഭാരമാകാതെ അല്ലാഹു എപ്പത്തോളം അവന്റെ കരുണയോടെ നമുക്ക് ഇബാദത്തുകളെ വിവരിച്ചതെന്നറിയോ? ഏറ്റവും വലിയ നിസ്കാരം ഏതാണ്? അത് തറാവീഹ് നമസ്കാരമാണ്. 20 റക്അത്താണ്, 12 അല്ല, 8ഉമല്ല, 20 റക്അത്താണ്. ആ 20 റക്അത്ത് ഒറ്റയടിക്ക്, ഒറ്റ സലാമിലൂടെയല്ല നിസ്കരിക്കേണ്ടത്. അല്ലാഹ് പറഞ്ഞു, സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ, രാത്രിയിലെ നിസ്കാരം ഈ രണ്ട് വെച്ച് നിസ്കരിച്ചോ.
എന്ന് പറഞ്ഞാ തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിശ്രമം എന്നാണ്. 2 റക്അത്ത് കഴിഞ്ഞു, കുറച്ച് വെള്ളം കുടിക്കണോ നീ കുടിച്ചോ, കാലൊന്ന് നീട്ടി വെക്കണോ വീട്ടി വെച്ചോ, എന്നിട്ടൊന്ന് എഴുന്നേറ്റ് കയ്യും കാലും ഒക്കെ ഒന്ന് കുടഞ്ഞിട്ട് അടുത്ത് നിസ്കരിച്ചോ. ഇത് ആർക്കോ വേണ്ടിയിട്ട് പെട്ടെന്ന് 15.5 മിനിറ്റ് കൊണ്ട് 23 റക്അത്ത് നിസ്കരിച്ചിട്ട് കോഴി കൊത്തുന്നത് പോലെ നിസ്കാരം തീർത്തു വെക്കുമ്പോ ചെറിയ പെരുന്നാളിന് പള്ളിയിൽ വരണമെങ്കിൽ കൊട്ടൻ ചുക്കാറ് തൈലം കഴുത്തിൽ പുരട്ടാതെ വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിസ്കാരത്തിന്റെ വേഗതയിൽ ഉയർന്നും താഴ്ന്നും കുനിഞ്ഞും നിവർന്നുമായിട്ട് മനുഷ്യന്റെ സന്ധികൾ പോലും പ്രിയപ്പെട്ടവരെ കോച്ച് പിടിക്കുന്ന കാലഘട്ടത്തിലാ നമ്മളുള്ളത്. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം വരുന്നത്. അള്ളാഹു നിങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ വലാ യഅ്തൂന സലാത്ത ഇല്ലാ വഹും കുസാലാ. മടിയോടെ നിങ്ങൾ ചെയ്യരുത്, അലസതയോടെ നിങ്ങൾ ചെയ്യരുത്. ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത വേണം, ഹൃദയസ്പൃക്കായിട്ടല്ലാതെ ചെയ്യരുത്. നിങ്ങൾക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം സഹോദരങ്ങളെ. അതുകൊണ്ട് രണ്ടാമതായ ഖുർആൻ വെച്ച നിബന്ധന എന്തെന്നറിയോ? അലസതയും മടിയും ആരാധനയിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാ. നമ്മുടെയൊക്കെ ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. നിങ്ങൾക്കറിയോ, മരണാസന്നനായ കിടക്കുന്ന ഒരു സഹാബി വര്യനുണ്ടായിരുന്നു. ആരാണെന്നറിയോ? മഹാനായ അംർ ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. അംർ ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മരണാസന്നനാകുന്ന സമയത്ത് മുഖം ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് തേങ്ങിക്കരയുകയാ. പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിനുൽ ആസ് തങ്ങൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, വാപ്പാ വാപ്പാ എന്തിനാ നിങ്ങൾ കരയുന്നത് ഉപ്പാ? ആ സമയത്ത് അംർ ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിനുൽ ആസിനോട് പറയുകയാണ്, പൊന്നുമോനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിനുൽ ആസ്, എന്റെ പൊന്നുമോനെ അബ്ദുല്ലാ, വാപ്പാടെ ജീവിതത്തിൽ 3 കാലം കഴിഞ്ഞു പോയി മോനെ. വാപ്പാടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ 3 കാലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് ഈ വാപ്പ മുസ്ലിം ആയിരുന്നില്ല, ഈ വാപ്പ മുഅ്മിനായിരുന്നില്ല, ഈ വാപ്പ റസൂലുള്ളാഹിന്റെ അനുചരനായിരുന്നില്ല. എവിടെയും റസൂലുള്ളാഹിനെ ഇകഴ്ത്താൻ ശ്രമിച്ചിരുന്നവനാ, എവിടെയും ഹബീബായ പ്രവാചകനെതിരെ അധിക്ഷേപത്തിന്റെ ശരങ്ങളറിയാൻ കാത്തുനിന്നവനാ. അന്ന് ഞാൻ മരിച്ചെങ്കിലോ ഞാൻ നരകത്തിലല്ലേ പൊന്നുമോനെ അബ്ദുല്ലാ. അല്ലാഹു എന്നെ മരിപ്പിച്ചില്ല. ഞാൻ എന്റെ ഹബീബിന്റെ കൈ പിടിച്ചു ബൈഅത്ത് ചെയ്ത് കലിമ ചൊല്ലി മുസ്ലിമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുചരനായി സഹാബിയായി മാറിയല്ലോ. അന്നും ഈ അംർ ബിനുൽ ആസ് മരിച്ചില്ലല്ലോ. അന്ന് ഞാൻ മരിച്ചെങ്കിൽ എന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്റെ റസൂലാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുമല്ലോ. അന്ന് ആളുകൾ പറയും, അംർ ബിനുൽ ആസ് എത്ര നല്ലവനാ, എത്ര ഭാഗ്യശാലിയാ, എത്ര നല്ലവനായിരുന്നെന്ന് ജനം പറയുമായിരുന്നല്ലോ. ആ ഭാഗ്യം ഈ വാപ്പാക്ക് കിട്ടിയില്ല മോനെ. പിന്നെ വാപ്പാക്ക് 3ാമതൊരു കാലമുണ്ടായി. ആ കാലം വാപ്പാ ഒരുപാട് ഭരണസാരഥ്യം ഏറ്റെടുത്ത വാപ്പയാ, പല നാടുകളിലും ഗവർണർ സ്ഥാനം അലങ്കരിച്ച വാപ്പയാ. അന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, എന്റെ ജീവിതത്തിലും മടിയും അലസതയും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ഇന്നിതാ ഞാൻ മരിക്കാൻ കിടക്കുകയാ. എന്റെ അവസ്ഥ എന്താകുമെന്നതിനെ ഓർത്തിട്ട് വല്ലാത്ത സങ്കടം വരിക. പൊന്നുമോനെ, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് മുഖമതാ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് തേങ്ങിക്കരയുന്ന വാപ്പ മഹാനായ സയ്യിദുനാ അംർ ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഈ ഒരു വേദന എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മൊത്തത്തിൽ മടിയന്മാരല്ലേ, നമ്മൾ അലസന്മാരല്ലേ? ഇവിടെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഗാനമേളയാണ് നടക്കുന്നതെന്നറിഞ്ഞാൽ ഇവിടെ ജനം ഉൾക്കൊള്ളുവോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളാ നടക്കുന്നതെന്നറിഞ്ഞാൽ ഇവിടെ ഈ സംഘാടകർക്ക് നിയന്ത്രിക്കാൻ പറ്റുവോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നു. ആ അനുഗ്രഹങ്ങളൊക്കെ ആവോളം ആസ്വദിച്ചുകൊണ്ട് ഇപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ റബ്ബിന് വേണ്ടി, എന്റെ നാഥിന് വേണ്ടി, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംരക്ഷകനായ സംഹാരകനായ എന്റെ സർവഗുണ സമ്പൂർണനായ റബ്ബുൽ അലീമിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ എന്താ കൊടുക്കുന്നത്, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി എന്താ സമർപ്പിക്കുന്നത്? ആ ഒരു ബോധത്തോടെ അലസതയുടെ മട്ടുപാവിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മടിയുടെ എല്ലാ മൂടുപടങ്ങളും ഇറക്കി വെച്ചിട്ട് എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ അശ്രദ്ധതയെല്ലാം മാറ്റിവെച്ചിട്ട് സാത്വിക ജീവിതം നയിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സുഹൃതങ്ങളല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാത്തതിന്റെ തടസ്സമെന്ന് പറയുന്നത് അലസതയും മടിയുമാണ്. അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അലസതയും മടിയും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ ഉറക്കം വരണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? പലരും പറഞ്ഞിട്ടുണ്ട്, തമാശക്കാണെങ്കിലും ഉറക്കം വരണമെങ്കിൽ ഖുർആൻ എടുക്കണം. ഉറക്കം വരണമെങ്കിലുള്ള മന്ത്രമാണ് ഖുർആൻ.